ഇടുക്കിയിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ കൂട്ടാർ മേഖലയിൽ മോഷണം വർദ്ധിക്കുന്നതായി പരാതി. മേഖലയിലെ വീടുകളുടെ കതകുകൾ രാത്രികാലങ്ങളിൽ തകർക്കാൻ ശ്രമിക്കുന്നതായാണ് പരാതി. കൂട്ടാർ മേഖലയിലെ നിരവധി വീടുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നത്. ഇതോടുകൂടി നാട്ടുകാരും ഭീതിയിലാണ്. ഒരു മാസം മുമ്പ് മേഖലയിൽ വ്യാപകമായി കൃഷിയിടങ്ങളിൽ നിന്നും ഏലക്ക മോഷണം പോയിരുന്നു. ഇതിനുശേഷം പോലീസിന്റെ പട്രോളിംഗ് മേഖലയിൽ ശക്തമായിരുന്നു. എന്നാൽ നിരീക്ഷണം കുറഞ്ഞതോടുകൂടി അതിർത്തി മേഖലയിലെ വീടുകളിൽ ഇപ്പോൾ രാത്രികാലമായാൽ ഭീതിയോടെയാണ് നാട്ടുകാർ അന്തിയുറങ്ങുന്നത്. വീടുകളിലെ വാതിൽ ചവിട്ടിപ്പൊളിക്കുവാനുള്ള ശ്രമമാണ് തുടർച്ചയായി നടക്കുന്നത്. നിരവധി വീടുകളിലാണ് ഇത്തരത്തിൽ മോഷണ ശ്രമം നടന്നത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം കൂട്ടാർ സ്വദേശി പാൽക്കുളത്ത് സുദർശനന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. ഇങ്ങനെ ഒരു 9:30 കഴിഞ്ഞ് ഞാനിങ്ങനെ TV കണ്ടുകൊണ്ട് പരിക്കാത്തിരിക്കുക. അന്നേരം ഇവിടെ വന്ന് കതകൽ അങ്ങ് ആഞ്ഞടിക്കുകയാണ്. കൈകൊണ്ട് ഇങ്ങനെ അടിക്കുന്ന പോലെ ഒരു 5-6 പ്രാവശ്യം അടിച്ചു. അന്നേരം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഞാൻ മോനാ വന്നതെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും അടിക്കുക അങ്ങ് നിർത്തി. എന്നിട്ട് എന്നാ ഇച്ചിരി കഴിഞ്ഞ് തുറക്കാമെന്നും പറഞ്ഞ് ഞാൻ അവിടെ പോയി പിന്നെ ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേനും തൊട്ടപ്പുറത്തെ പിന്നെ അടുക്കളയുടെ വശത്ത് ആ കഥയെ പോയി ഇതേപോലെ തന്നെ അടിക്കുക. അന്നേരം ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിച്ചെന്ന് എന്തിനാണ് അവിടെ അടിക്കുന്നത്, ഇവിടെ തുറക്കുകയല്ലെന്ന് ഞാൻ ചോദിച്ചു. പിന്നെ ഒരനക്കവും ഇല്ല. പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പോലീസ് നിരീക്ഷണമുണ്ടെങ്കിൽ നാട്ടുകാരുടെ ഭീതി ഒരു പരിധിവരെ എങ്കിലും അകറ്റാമെന്നും പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീടുകളിലെല്ലാം രാത്രി കാലമായി കഴിഞ്ഞാൽ കതകലാഞ്ഞ് ചവിട്ടുക. ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഫ്രണ്ട് കഥയിലും അടുക്കള വാതക്കും ഒക്കെ ചവിട്ടിക്കൊണ്ടിരിക്കുക. രാത്രി ഉറക്കളച്ചും ഒക്കെ നോക്കിയിരിക്കുക. അത് വരുന്നത് നോക്കിയിരിക്കുക. അത്രയും വലിയ പ്രശ്നങ്ങളാണ്. ഇങ്ങനെ ഭീതികരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കഴിയുന്നത്. നൈറ്റ് പെട്രോളിംഗ് ഒക്കെ രാത്രി കാലങ്ങളിൽ പോലീസ് ഏർപ്പെടുത്തുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഒരു പേടിയൊന്ന് മാറിക്കിട്ടിയാനായിരുന്നു. അതേസമയം മേഖലയിൽ നിരീക്ഷണം നടക്കുന്നുണ്ടെന്നും സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായും കമ്പംമെട്ട് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.